ശ്രീ വിനായകനെ കുറിച്ചാണ് പോങ്ങൻ ഇന്ന് സംസാരിക്കാനുള്ളത്. വിനായകൻ എന്ന് പറയുമ്പോൾ ദൈവദമ്പതിമാരായിട്ടുള്ള പരമശിവന്റെയും പാർവതി ദേവിയുടെ മകനായിട്ടുള്ള, അതല്ലെങ്കിൽ ഒറ്റക്കൊമ്പനായിട്ടുള്ള, അതുമല്ലാന്നുണ്ടെങ്കിൽ ആനത്തലയനായിട്ടുള്ള, ഇനി അതുമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തുമ്പിക്കയ്യനായിട്ടുള്ള, ഒക്കെ പോട്ടെ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നെപ്പോക്കിഡ് ആയിട്ടുള്ള ആ കുട്ടി ദൈവം വിനായകനെ കുറിച്ചല്ല പോങ്ങൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നടൻ വിനായകനെ കുറിച്ച്. നടൻ വിനായകന്റെ നവമാധ്യമ ഇടപെടലുകൾ കണ്ടാൽ പലർക്കും തോന്നും ഇദ്ദേഹം ഒരു വിടനാണോ എന്ന്. പോങ്ങൻ അങ്ങനെ ഒരു വിചാരമില്ല. വിടനാണ് എന്ന് പറയുന്ന വിചാരത്തോടു കൂടിയല്ല, നടനാണ് എന്ന് പറയുന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് വിനായകനെ പോങ്ങൻ സമീപിക്കുന്നത്. എന്ന് മാത്രവുമല്ല, പോങ്ങൻ അദ്ദേഹത്തെ കുറിച്ച് വളരെ ആദരവോടുകൂടി സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ വിമർശന ബുദ്ധിയോടുകൂടി സംസാരിക്കാനുള്ള സാഹചര്യം അദ്ദേഹം ഉണ്ടാക്കി തന്നപ്പോൾ വിനായകനെ വിമർശന ബുദ്ധിയോടുകൂടിയും പോങ്ങൻ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എന്നിൽ ഒരു പ്രതീക്ഷ ഉണർത്തിവിട്ടു നമ്മുടെ വിനായകൻ എന്ന് പറയുന്ന സത്യം പങ്കിട്ടുകൊണ്ട് പോങ്ങൻ ഒരു കാര്യം പറയാം. ഇന്നലെ ആദിത്യവർമ്മയ്ക്കെതിരെ കെട്ട ഭാഷയിൽ, അങ്ങേയറ്റം മോശമായിട്ടുള്ള ഹീനമായിട്ടുള്ള ഭാഷയിൽ ആദിത്യവർമ്മയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിനായകൻ സംസാരിച്ചു. ഹീനമായ ഭാഷ, കെട്ട ഭാഷ, നീചമായിട്ടുള്ള ഭാഷ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. സഹജമായിട്ടുള്ള വിനായക ശൈലിയിൽ വിനായകൻ ആദിത്യവർമ്മയെ സമീപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പോ ഞാൻ അതിൽ വിനായകനെ കുറ്റം പറയാൻ പോകുന്നില്ല. ആദിത്യവർമ്മയോട് എന്തെങ്കിലും വ്യക്തിവിരോധമുള്ളത് കൊണ്ടൊന്നുമല്ല വിനായകൻ അങ്ങനെ സംസാരിക്കുന്നത്. ആദിത്യവർമ്മ എന്ന് പറയുന്ന ആ പേരിലെ വാല്, ആദിത്യവർമ്മയുടെ നിറം, അദ്ദേഹം കൊട്ടാരത്തിലാണ് താമസിക്കുന്നത് എന്ന് പറയുന്ന കെറുവ്, അദ്ദേഹം രാജകുടുംബത്തിൽപ്പെട്ടവനാണ് എന്ന് പറയുന്ന ആ ഒരു ബോധ്യം നൽകുന്ന മനപ്രയാസം, ഇതൊക്കെയാണ് വിനായകനെ കൊണ്ട് ഈ ആദിത്യവർമ്മയെ പോലുള്ള മനുഷ്യനെ ചീത്ത പറയിപ്പിക്കുന്നത്. ആദിത്യവർമ്മയെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പദപ്രയോഗങ്ങൾക്കിടയിൽ നാണക്കേട് എന്ന് പറയുന്ന ഒരു വാക്ക് കടന്നു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. കാരണം വിനായകൻ നാണത്തെക്കുറിച്ചും നാണക്കേടിനെ കുറിച്ചുമൊക്കെ ആലോചിക്കുന്നത് തന്നെ അങ്ങേയറ്റം അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വിനായകൻ നാണത്തെക്കുറിച്ചും മറ്റുമൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിന് വലിയ ആശ്വാസമായി മാറിയിരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. ആ വിനായകൻ എന്ന് പറയുന്ന പേര് തന്നെ ഒന്ന് നോക്കിക്കേ. വിനായകൻ വിനയിലാണ് തുടങ്ങുന്നത്. ആ വിന എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വിനായകൻ സമൂഹത്തെ ബാധിക്കുന്ന രീതിയാണ് വിനയിലുള്ളത്. വിനായകനിലെ വിന എന്ന് പറയുന്നത് സമൂഹത്തെ വിനായകൻ ബാധിക്കുന്ന രീതിയാണ് പറയുന്നത്. രണ്ടാമത്തെ വാക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നായ, വിനായകനിലെ നായ, ആ നായ വിനായകന്റെ സ്വഭാവത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഉള്ളിലുള്ള സ്വന്തം അപകർഷതാ ബോധത്തിനു വേണ്ടി പൊതുസമൂഹത്തിന് നേരെ കുരച്ചു ചാടുന്ന ആ നായ സ്വഭാവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിനായകനിലെ നായ പ്രതിനിധീകരിക്കുന്നത്. അവസാനത്തെ കൻ എന്ന് പറയുന്നത് ഒരു ചുരുക്കപ്പദമാണ്. കശ്മലൻ എന്നതിന്റെ ചുരുക്കപ്പദം. എന്റെ മകക്കിട്ട് ഞാൻ കൊടുക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നാണക്കേട് എന്ന് പറയുന്ന ഒരു പദപ്രയോഗം നടത്തിയിട്ടുണ്ട് വിനായകൻ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിന് ആശ്വസിക്കാം. അത്രത്തോളം നാശമാകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് കുറേയൊക്കെ മെച്ചപ്പെടാൻ ഒരു വഴിയൊരുക്കും നാണത്തെക്കുറിച്ചും നാണക്കേടിനെ കുറിച്ചുമൊക്കെയുള്ള വിനായക ചിന്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് ആദിത്യവർമ്മയെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന മനുഷ്യരോട് പറയുകയാണ്, ആദിത്യവർമ്മയെ വളരെ വ്യക്തിപരമായി എനിക്കറിയില്ല എങ്കിൽ പോലും 3-4 വർഷം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും എന്ന് പറയുന്നത് പോലെ വൈകുന്നേരം ഞാൻ അദ്ദേഹത്തെ കാണുമായിരുന്നു. ഒന്ന് ചിരിക്കും, ഒരു നമസ്കാരം പറയും. എല്ലാ ദിവസവും കണ്ണിൽ കണ്ടാൽ ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇന്നു വരെ ആദിത്യവർമ്മ രാജകുടുംബത്തിൽപ്പെട്ടവനാണ് എന്നോ അതല്ലെങ്കിൽ കൊട്ടാരത്തിൽ പാർക്കുന്നവനാണെന്നോ എന്ന ഒരു ഭാവവും കൂടാതെ തന്നെയാണ് അദ്ദേഹം മനുഷ്യരോട് ഇടപെട്ടിട്ടുള്ളത്. ആ ആദിത്യവർമ്മയെക്കുറിച്ച് ഇത്രയും ഹീനമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, അതും വ്യക്തിപരമായ യാതൊരു അറിവുമില്ലാതെ, ഒരു മനുഷ്യന്റെ നിറവും അദ്ദേഹത്തിന്റെ നാമവാലും അദ്ദേഹം താമസിക്കുന്ന പാർപ്പിടത്തിന്റെ വലിപ്പവും ഇതൊക്കെ കണ്ടുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് വെറുപ്പ് സൂക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വളരെ മോശപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ഒരു കൊട്ടാരത്തിൽ ജനിച്ചു, രാജകുടുംബത്തിൽ ജനിച്ചു. അത് തന്റേതായ കാരണങ്ങളാലൊന്നുമല്ല, അദ്ദേഹം ശുപാർശ ചെയ്യിപ്പിച്ച് ഇങ്ങോട്ട് ജനിച്ചു വന്നതൊന്നുമല്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു കൊട്ടാരത്തിൽ ജനിച്ചു. അദ്ദേഹം രാജാവായിട്ട് ജീവിക്കുന്നില്ല. പിന്നെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആദിത്യവർമ്മ ചിലപ്പോൾ ഒരു പക്ഷേ വാളോ തൊപ്പിയോ ഒക്കെ വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ അതിന്റെ ആചാരങ്ങളാണ്. അത് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാം. അതിനകത്ത് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. അദ്ദേഹത്തെ ആദരിക്കാൻ താല്പര്യമുള്ളവർക്ക് ആദരിക്കാം. അംഗീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് അംഗീകരിക്കാം. ഇതേപോലെ തന്നെ വിനായകനെ പോലെ അദ്ദേഹത്തെ വിമർശിക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ കാലത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. കാരണം ജനാധിപത്യമാണ് നമ്മുടെ ഇവിടെ നടമാടുന്നത്. അപ്പോഴും വിനായകൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രാജാധിപത്യമാണോ ജനാധിപത്യമാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ഒരു 10-80 വയസ്സിന് മുകളിൽ പ്രായമുള്ള തിരുവനന്തപുരത്തുകാർക്ക് തീർച്ചയായിട്ടും തിരുവിതാംകൂർ രാജകുടുംബത്തോട് ഒരു പ്രത്യേക
സ്നേഹമുണ്ട്. കാരണം അവർ രാജകുടുംബത്തിന്റെ ഭരണ നൈപുണ്യത്തെക്കാൾ കൂടുതൽ ജനസേവനാസക്തി അനുഭവിച്ചറിഞ്ഞവർ തന്നെയാണ്. തിരുവനന്തപുരത്ത് 30 വർഷത്തിന് മേളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള തിരുവനന്തപുരക്കാരോട് ഒരുപാട് സമയം സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ പറയുകയാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആദിത്യവർമ്മയാണെങ്കിലും അദ്ദേഹത്തെയും ദിവസവും നിർമ്മലാ ഭവൻ സ്കൂളിലായിരുന്നു അദ്ദേഹത്തിന്റെ മക്കൾ രണ്ടുപേരും പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അവരവിടെ നിന്ന് പഠനം കഴിഞ്ഞ് പോയിട്ടുണ്ടാവാം. ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒരു 3-4 വർഷം നിർമ്മലാ ഭവൻ സ്കൂളിൽ പോകുമായിരുന്ന ഒരാളാണ്. എനിക്കവിടെ ഇപ്പോഴും സുഹൃത്തുക്കളുണ്ട്. സത്യവും എന്ന് പറഞ്ഞതുപോലെ ഞാൻ ആദിത്യവർമ്മയെ കണ്ടു എന്ന് പറഞ്ഞതും സത്യമാണ്. അദ്ദേഹത്തോട് ഒരു മനുഷ്യനും കെറിവ് കാണിച്ചതായിട്ടോ അദ്ദേഹം ആരുടെയെങ്കിലും മുന്നിൽ തലക്കനം കാണിച്ചതായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം എല്ലാവരുടെയും മുന്നിൽ സാധാരണ ഒരു പിതാവിനെ പോലെ ആ സ്കൂളിന്റെ മുറ്റത്ത് വന്ന് നിന്ന് മക്കളെ കാത്തു നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന, പലപ്പോഴും നടന്നു പോകുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ സത്യമാണ്. ഇതൊന്നും വിനായകൻ അറിയും. വിനായകനെ സംബന്ധിച്ച് പിന്നെ ഇങ്ങനെ ഒരു വെറുപ്പുണ്ടായി പോകുന്നതിൽ കുറ്റം പറയാനും കഴിയില്ല. കാരണം ആദിത്യവർമ്മയെക്കുറിച്ച് നമ്മളൊന്ന് അന്വേഷിച്ചാൽ ഈ ലോകം മുഴുവനുള്ള ആളുകൾക്ക് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ വിശദമായിട്ട് കിട്ടും. അവർ ചെയ്ത ഗുണങ്ങളും സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാം കിട്ടും. അവർ ചെയ്തിട്ടുള്ള കൊള്ളരുതായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് കാണാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ കൺമുന്നിൽ ഡിജിറ്റൽ ലോകം എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ വിനായകനെക്കുറിച്ച്, വിനായകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അച്ഛനാരാണ് എന്ന് ഈ സൂര്യന് കീഴെയുള്ള എല്ലാ കാര്യവും, അണ്ടകടാഹത്തിലെ ഏത് കാര്യത്തെക്കുറിച്ചും അഭിപ്രായം പറയാൻ ത്രാണിയുള്ള, ഉത്തരപ്പെടാൻ ത്രാണിയുള്ള ഒന്നാണല്ലോ ചാറ്റ് GPT. അപ്പൊ ചാറ്റ് GPTയോട് ചോദിച്ചു വിനായകന്റെ അച്ഛനാരാന്ന് ചോദിച്ചപ്പോൾ ചാറ്റ് GPT കൈമലർത്തി. അറിയില്ല. ചാറ്റ് GPTക്ക് അറിയില്ല. വിനായകൻ അച്ഛനില്ലാത്തവനാണെന്ന് ഞാൻ പറയില്ല. കാരണം അച്ഛനില്ലാതെ ഒരു പിറവി സംഭവിക്കില്ല. ഒരു സ്ത്രീയുടെ അണ്ഡത്തിന് ബീജം നൽകാൻ ഒരു പുരുഷൻ തയ്യാറാവാത്ത കാലത്തോളം ഒരു പിറവി സംഭവിക്കില്ല. അപ്പോൾ വിനായകൻ എന്ന് പറയുന്ന പിറവിക്ക് പിന്നിലും ഒരു പുരുഷനുണ്ട്, ഒരു പിതാവുണ്ട്. ആ പിതാവ് ആരാണ് എന്ന് ആർക്കും തന്നെ അറിയില്ല. ഒരുപക്ഷെ അത് വിനായകനും അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ വിനായകന്റെ അമ്മയ്ക്കും അറിയുന്നുണ്ടാവില്ല. അതൊന്നും ഒരു കുറവൊന്നുമല്ല. നിയതമായിട്ടുള്ള ഒരു അച്ഛൻ ഉണ്ടായേ പറ്റൂ എന്നൊന്നുമില്ല ഒരു സ്ത്രീക്ക് പ്രസവിക്കാൻ. സമൂഹത്തിൽ ഒരാളെ അംഗീകരിക്കാൻ അവൻ്റെ അച്ഛൻ അമ്മ ആരെന്ന് നോക്കിയിട്ടൊന്നുമല്ല അംഗീകരിക്കുന്നതും. പക്ഷേ വിനായകനെ സംബന്ധിച്ച് എവിടെയോ എന്തോ ഒരു പിശക്, ഇങ്ങനെയുള്ള ഒരു പടപ്പിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള വിരോധം മാത്രമാണ് ഇതൊക്കെ കാണിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, എന്നെ ശരിക്കും പറഞ്ഞാൽ ഈ 2 കാര്യങ്ങളാണ്. നാണക്കേട് എന്ന് പറയുന്ന പദം പ്രയോഗിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്മനസ്, അത് നൽകുന്ന പ്രതീക്ഷ, ഒപ്പം തന്നെ എന്നെ നിരന്തരം വിസ്മയിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് വിനായകൻ എന്നുള്ളത് കൂടി എനിക്ക് പങ്കിടേണ്ടതായിട്ടുണ്ട്. ആദിത്യവർമ്മയെ പറഞ്ഞതിനൊന്നും എതിർത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആദിത്യവർമ്മയെ പ്രതിരോധിക്കേണ്ട, അദ്ദേഹത്തിന് നേരെയുള്ള വിമർശനങ്ങളെയോ പരിഹാസങ്ങളെയോ പ്രതിരോധിക്കേണ്ട ആവശ്യം എനിക്കില്ല. എന്നാൽ ആദിത്യവർമ്മ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഒരാളും കുറ്റം പറയേണ്ടതില്ല എന്ന് പറയുന്ന അതാണ് മര്യാദ എന്ന് പറയുന്നൊരു തോന്നൽ എനിക്കുണ്ട്. കാരണം വളരെ ലളിതമായിട്ടുള്ള ഒരു മനോഭാവത്തോടു കൂടി ഒരു സാധാരണ മനുഷ്യനെ പോലെ, ഒരു കൊട്ടാരവാസിയായിട്ടല്ലാതെ രാജാധിപത്യ കാലമായിരുന്നെങ്കിൽ ഞാൻ രാജാവാകേണ്ടവനായിരുന്നതാ എന്ന് പറയുന്ന ഒരു ചിന്തയും കൂടാതെ മനുഷ്യരോട് സാധാരണ മനുഷ്യനെ പോലെ ഇടപഴകുന്ന ഒരു വ്യക്തി. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് ഇത്ര മോശം പദപ്രയോഗങ്ങൾ നടത്താൻ വിനായകന് സാധിക്കുന്നത് വിനായകൻ്റെ ഈ താതത്തിട്ടമില്ലാത്ത സ്വഭാവം കൊണ്ടായിരിക്കാം. അച്ഛൻ ആരാണ് എന്ന് കൃത്യമായിട്ട് അറിയാത്തതിൻ്റെതായിട്ടുള്ള അതല്ല എന്നെ വിസ്മയിപ്പിക്കുന്ന ഘടകം. വിനായകൻ എന്നെ വിസ്മയിപ്പിക്കുന്ന മറ്റൊന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് വിനായകൻ എന്നാണെങ്കിലും അദ്ദേഹത്തെ മുഖാസനൻ എന്ന് വിളിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം സാധാരണ മനുഷ്യരുടെ വായ ഇരിക്കുന്ന ഭാഗത്ത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ആസനമാണ് ഇരിക്കുന്നത്. ഇങ്ങനെ വാ എന്ന് പറയുന്ന ആ പ്രദേശത്ത് വായ ഇരിക്കുന്നിടത്ത് ശരിക്കും പറഞ്ഞാൽ വിനായകന് ആസനമാണ് ഇരിക്കുന്നത്. അതായത് നാവും പല്ലുകളും ചുണ്ടുകളും ഒക്കെ ഉള്ള ഗുദമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിനായകനെ സംബന്ധിച്ച് വായ എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് റെഡിയാണ്, നിന്നെ നിന്റെ തന്ത. അപ്പൊ അങ്ങനെ മുഖഗുദനായ, മുഖാസനനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് എന്നെ തീർച്ചയായിട്ടും വിനായകൻ എപ്പോഴും വിസ്മയിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ആദിത്യവർമ്മയുടെ വളരെ നിഷ്കളങ്കമായിട്ടുള്ള സാധാരണപ്പറ്റ് തികഞ്ഞിട്ടുള്ള പെരുമാറ്റം കണ്ടനുഭവിച്ച എനിക്ക് ഒരു തവണ മാത്രം വിനായകൻ ബഹ്റിൻ ചെന്നിട്ട് അവിടെ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്ന മനുഷ്യനോട് ഈ വിനായകൻ പെരുമാറിയ വിധം വീഡിയോ രൂപത്തിൽ കണ്ടവനാണ് ഞാൻ. ഇത്രയും മോശമായിട്ടുള്ള ഒരു ദയയും കരുണയും ഇല്ലാത്ത, നന്മയില്ലാത്ത ഒരു പെരുമാറ്റം, അത്രമേൽ മോശമായിട്ട് പെരുമാറുന്ന ഒരു വീഡിയോ പണ്ടേ ഞാൻ കണ്ടിട്ടുണ്ട്. വിനായകൻ ആ പരിപാടിക്കായി ക്ഷണിച്ച സംഘാടകരായിട്ടുള്ള വ്യക്തികളോട് വെള്ളമടിച്ചിട്ട് പറഞ്ഞ വർത്തമാനങ്ങളിൽ പലതും ഞാൻ കേട്ടിട്ടുമുണ്ട്. ഒരു നിലയിലും ആദിത്യവർമ്മ എന്ന് പറയുന്ന മനുഷ്യനെ വിമർശിക്കാനുള്ള യാതൊരു അടിസ്ഥാന യോഗ്യതയുമില്ലാത്ത ഒരു മനുഷ്യനാണ് വിനായകൻ. അതിന് വിനായകന്റെ നിറമോ വിനായകന്റെ താതത്തിട്ടമില്ലായ്മയോ ഒന്നുമല്ല പ്രശ്നം. ജാതി, മതം ഒന്നുമല്ല പ്രശ്നം.
പ്രശ്നം ഒന്നേ ഉള്ളൂ, മുഖത്ത് ഗുദം പേറുന്നു എന്ന് പറയുന്നത്. വിനായകൻ മുഖത്ത് ഗുദം പേറുന്നു എന്നത് മാത്രമാണ് പ്രശ്നം. അവൻ നിർത്ത്. കരം മേടിച്ചതിനെ കുറിച്ച് വിമർശിക്കുന്നു, അമ്പലം കൊള്ളയടിച്ച് ജീവിച്ചു എന്ന് പറയുന്നു. എന്തൊക്കെ തരത്തിലുള്ള വിമർശനങ്ങളാണ്! കരം മേടിക്കാതെ രാവിലെ മഹാരാജാവ് എഴുന്നേറ്റ് ജോലി ചെയ്ത് കൂലി വാങ്ങി പ്രജകളെ പോറ്റുമോ? നമ്മുടെ സർക്കാരുകൾക്ക് കരം വാങ്ങാതെ പറ്റുമോ? അപ്പൊ കരം വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ നികുതി എന്ന് പറയുന്നത് നമ്മുടെ ഈ സാമൂഹ്യ സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടി നികുതി നമ്മൾ കൊടുക്കണം. അത് നമ്മളുടെ ഒരു കടമ തന്നെയാണ് നികുതി ഒടുക്കുക എന്ന് പറയുന്നത്. അത് ഏത് കാലത്തായാലും, രാജാധിപത്യത്തിലായാലും ജനാധിപത്യത്തിലായാലും. പിന്നെ ഇവന്മാരൊക്കെ പറയുന്ന ഈ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് ആരെയും ഇതുപോലെ പച്ചത്തെറി വിളിക്കാൻ കഴിയുന്നു എന്നുള്ളത് മാത്രമാണോ? രാജാധിപത്യമാണോ ജനാധിപത്യമാണോ നല്ലതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല എങ്കിൽ പോലും, കാരണം ഞാൻ രാജാധിപത്യ കാലത്ത് ജീവിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പായിരുന്നു, രാജാധിപത്യമായിരുന്നുവെങ്കിൽ ഈ നാടിന് ഒരു രാജാവ് മാത്രമേ ഉണ്ടാകുമായിരുന്നു. എന്നാൽ പ്രജകൾ പൗരന്മാരായപ്പോൾ രാജാക്കന്മാരുടെ എണ്ണം കൂടി. രാജാവെ എന്ന് വിളിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കിരീടവും ചെങ്കോലും ഇല്ല, സിംഹാസനം നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും സകലമാന ജനസേവന വ്യവസായികളും ഇന്ന് രാജാക്കന്മാരായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാജാവ് നമ്മളെ ഭരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭേദമായിരുന്നു എന്നുള്ള തോന്നിപ്പ് പകരുന്ന നിലയിലാണ് ജനാധിപത്യ കാലത്തെ രാജാക്കന്മാർ അവരുടെ പ്രജകളായിട്ടുള്ള പൗരന്മാരെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വിനായകൻ അദ്ദേഹത്തിന് അറിയാൻ മേലാത്ത കാര്യങ്ങളിൽ മാത്രമേ അദ്ദേഹം അഭിപ്രായങ്ങൾ പറയാറുള്ളൂ. അദ്ദേഹത്തിന് യാതൊരു അറിവുമില്ലാത്ത ആദിത്യവർമ്മയെ എടുത്തിട്ട് പരിഹസിക്കാൻ മാത്രം, അത് അയാളുടെ വിവരം അത്രയേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ഈ വിനായകൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, വിനായകൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് വിനയാകുന്നവൻ എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുമില്ല. ഒരു നായ സ്വഭാവി മാത്രമാണ്. അയാൾ പറഞ്ഞു കേട്ടില്ലേ, LDF തോറ്റപ്പോൾ LDF ഇല്ലെങ്കിൽ പറ്റില്ല, ലോകം മുന്നോട്ട് പോവില്ല എന്നാണ് പറഞ്ഞത്. എന്ത് വിവരമുണ്ട്? ഇവനൊക്കെയാണ് ആദിത്യവർമ്മയെ പരിഹസിക്കാൻ പോകുന്നത്. അല്ല, തിരിച്ചറിവോ ബോധമോ ഒക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ സമൂഹത്തിന് മുന്നിലേക്ക്, പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ തുണി ഉരിഞ്ഞ് പിറന്ന പടി നിൽക്കുവോ? അല്ലേ? നമ്മളതും കണ്ടു. കഷ്ടകാലം പിടിച്ച മലയാളികൾ അതുവരെയും കണ്ടു. അവൻ്റെ സാമാനം വരെ നാട്ടുകാരെ കാണിച്ചു. ഇത്രയും ഒരു നാറി, എൻ്റെ പൊന്നു നാറി. ഞാനൊരു കാര്യം പറയാം, നിന്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഗൂഗിളിനോട് ചോദിച്ചാലും, ചാറ്റ് GPT ചോദിച്ചാലും, ക്ലൗഡിനോട് ചോദിച്ചാലും, ജെമിനിയോട് ചോദിച്ചാലും നിന്റെ തന്ത ആരാണെന്ന് നിനക്ക് കിട്ടുന്നില്ല. അതാണ് നിന്റെ പ്രശ്നം. ആ പെറ്റമ്മയെ നീ അതും ചോദിച്ച് വിഷമിപ്പിക്കരുത്. നീ സമാധാനമായിട്ട് നടിച്ച് ജീവിക്കുക. നീ സ്വസ്ഥമായിട്ട് അഭിനയിച്ച് കലാപ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയി നല്ലൊരു മനുഷ്യനായി അങ്ങനെ അങ്ങോട്ട് ജീവിക്കുക. നീ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അഭിപ്രായവും പറഞ്ഞ്, അതൊക്കെ ഞങ്ങൾ പ്രതികരണ തൊഴിലാളികളുടെ പണിയല്ലേ? നീ നല്ല നടനല്ലേ? നീ നല്ല അഭിനേതാവല്ലേ? വിനായക, നീ നന്നായി നടിച്ച് ജീവിക്കുക. സമൂഹത്തിന് വിനയായി, വെറും നായയായി നീ ഇങ്ങനെ ജീവിക്കാതെ വിനായക. അത് മാത്രമേ ഇപ്പോൾ അങ്ങനെ പറയാനുള്ളൂ. ഒരു സഹോദരൻ എന്ന നിലയിൽ, ഒരു അനുജൻ എന്ന നിലയിൽ. ഇനി നിനക്ക് എന്നെ അനുജനായിട്ട് കാണാനും പറ്റില്ല. ഇത്രയും താടിയും മീശയും നരയും ഒക്കെയുള്ള എന്നെ നിനക്ക് അനുജനായിട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിൽ നീ എന്നെ നിൻ്റെ അച്ഛനായിട്ടെങ്കിലും കാണ്. എന്നിട്ട് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നീ ഇങ്ങനെ നാണം കെട്ട് നടക്കരുത്. നീ ഇങ്ങനെ സമൂഹത്തിന് വിനയായി നായജീവിതം നയിച്ചുകൊണ്ട് നീ സമൂഹത്തിന് നേരെ, മാന്യന്മാർക്ക് നേരെ ഇങ്ങനെ കുരച്ച് നടക്കരുത്. നീ വെറും കശ്മലനാവരുത് വിനായക. അയ്യയ്യേ, കഷ്ടം തന്നെ കേട്ടോ. നീ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടി പറയുകയാണ്. നീ ആ നാണക്കേടെന്ന് പറഞ്ഞ നിൻ്റെ ആ വാക്കാണ് എന്നെ ഇത്രയും പറയിപ്പിച്ചത്. നല്ലവനാണ് നീ, മിടുക്കനാണ് നീ, പ്രതീക്ഷ ഉണർത്തുന്നുണ്ട്. ഇനി നീ ആ നാണക്കേടെന്ന് പറയുന്ന ഒരു കാര്യം, നാണം എന്താണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞ് അരയിൽ തുണിയൊക്കെ മുറുക്കി കെട്ടി മദ്യപിച്ചു കുടിച്ച് എവിടെയെങ്കിലും കിടക്ക്. നീ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് നിൻ്റെ നാണം എടുത്ത് കാണിക്കാതെ, നീ ഇങ്ങനെ നാവ് തുറക്കാതെ, നീ ഇങ്ങനെ മുഖാസനനാവാതെ, പല്ലും നാവും ചുണ്ടുകളുമുള്ള ഗുദവും മുഖത്ത് വെച്ചുകൊണ്ട് നീ ഇങ്ങനെ വിസർജിച്ച് നടക്കാതെ. കീഴ്വായ എന്ന് പറയുന്നത് മനുഷ്യരുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് പുറത്തു പോകേണ്ട ദുഷ്ടുകൾ, അവശിഷ്ടങ്ങൾ, വിസർജ്യങ്ങളൊക്കെ പുറത്തു പോകാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ, മനസ്സിൻ്റെ വിസർജ്യങ്ങളാണ് വാക്കുകളായിട്ട് പുറത്തേക്ക് വരുന്നത് എന്ന് പറയുന്ന, അതല്ലെങ്കിൽ മനസ്സിൻ്റെ ഗുദമാണ് വായ എന്ന് പറയുന്ന ഒരു പ്രതീതി ആളുകളിൽ ജനിപ്പിക്കാത്ത വിധം സംസാരിക്കാൻ പറ്റുന്ന നിലയിൽ നീ സംസ്കാരമുള്ള മനുഷ്യനായിട്ട് മാറണം. സംസ്കാരമുണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമയിരെ അതൊന്നും ഒരു മോശപ്പെട്ട കാര്യമല്ല വിനായക. പ്ലീസ് നിർത്തിയിട്ട് പോവാം. അത്രേ പോകാൻ പറയാനുള്ളൂ.